മമതാ ബാനർജിയുടെ മരുമോൻ അഭിഷേക് ബാനർജിയെ നാട്ടുകാർ അടിച്ചോടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് വന്നതാണ്. വലിയ സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. പക്ഷേ നാട്ടുകാരടിച്ച് കള്ളൻ കള്ളൻ എന്നും ഗുണ്ടയെന്നും ഒക്കെ വിളിച്ച് ഓർഡറാന്നാണ് പറയുന്നത്. ഓർഡറാന്ന് പറഞ്ഞാൽ ചീമുട്ട എറിഞ്ഞാണ് അവിടെ നിന്ന് ഓടിച്ചത് എന്നുള്ളതാണ്. ഇനി ഇത് തന്നെയായിരിക്കുമല്ലോ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാക്കി നേതാക്കളെയും കാത്തിരിക്കുന്നത്. ഇല്ല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ഇമേജിനെയാണ് ബാധിക്കുക, വളരെ മോശമായിട്ട് ബാധിക്കും. അവർ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ BJPക്കാരെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ തല്ലിക്കൊല്ലാൻ പാടില്ലല്ലോ. പിന്നെ BJPയും TMC ആയിട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പം ഇന്നലെ എന്താ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോനാർപൂരിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ സഞ്ജു കർമാർക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ ഉണ്ടായ ആക്രമണങ്ങളിൽ മരിച്ചു. അയാൾ ആരാ കൊന്നേന്നോ എങ്ങനെ മരിച്ചു എന്നൊന്നും അറിയില്ല. അവർ പറയണ BJPക്കാർ വധിച്ചു എന്നാണ് പറയണത്, ആരാ തൃണമൂൽ കോൺഗ്രസ്സുകാർ. അപ്പം ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിഷേക് ബാനർജി അവിടെ എത്തിയത്. അപ്പോൾ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് അയാളെ ചീമുട്ടേറിയാൻ തല്ലുകയൊക്കെ ചെയ്തു. ഷർട്ടൊക്കെ പിടിച്ച് വലിച്ചു കയറിയപ്പോൾ അയാൾ ഈ കർമാക്കറുടെ വീട്ടിലേക്ക് ഓടി കയറുകയൊക്കെ ചെയ്തു, രക്ഷപ്പെട്ടു. അവിടെ 1-2 മണിക്കൂർ പോലീസുകാർ വരണവരെ പാർട്ടി നേതാക്കളെയൊക്കെ സുരക്ഷ ഒതുക്കി. പിന്നെ പോലീസുകാർ വന്ന് പോലീസ് എസ്കോർട്ടോടു കൂടിയാണ് അയാൾ പുറത്തേക്ക് പോയത്. അപ്പം ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ തൃണമൂൽ കോൺഗ്രസ് ജയിച്ച എല്ലാ തവണയും, അധികാരത്തിൽ വന്ന എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ വളരെ മൃഗീയമായ ആക്രമണങ്ങളാണ് ഈ BJP പ്രവർത്തകർക്ക് നേരെ നടന്നിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഇത് BJP ആണോ ചെയ്തത് എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാൻ 2-3 പത്രങ്ങളിലും ഇതിലെ നമ്മുടെ ദേശീയ ചാനലിലൊക്കെ പറഞ്ഞത് മോബ് അറ്റാക്സ്, മോബ് വയലൻസ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് BJPക്കാരുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊന്നുള്ളത്, ഈ അഭിഷേക് ബാനർജി അത്ര നല്ല ആളൊന്നുമല്ല. അദ്ദേഹത്തോട് നാളെ പോലീസ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമായ ഒരു കേസാണ്. ഇവർ മെയ് 6-ാം തീയതിയോ അല്ലെ മെയ് 16-ാം തീയതിയോ ഒറ്റേ തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കെങ്ങാണ്ട് 80 MLA-മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ബംഗാളിൽ. അപ്പോൾ അതിൽ പകുതി പേരും വന്നില്ല MLA-മാർ. അവർ ബഹിഷ്കരിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തിനാ അവരുടെ വീട്ടിൽ പോകണം, ഈ മമതാ ബാനർജിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ നിയമസഭയിലോ വിളിച്ചിട്ട് യോഗം വിളിക്കാവുന്നതാണ്, ഇവർ വീട്ടിലേക്ക് ഞങ്ങൾ പോകണില്ല എന്ന് പറഞ്ഞാൽ 40 MLA-മാർ പോയില്ല. അപ്പോൾ ഈ യോഗം വിളിച്ച് എന്തിനാന്ന് വെച്ചാൽ അവരുടെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവായിട്ട് ഒരു ചതോപാധ്യായ, എന്താ പറയുന്നത്, സോമൻ ദേബ് ചതോപാധ്യായനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്ന, ആ പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കുന്ന എല്ലാ MLA-മാരുടെയും പേരും ഉണ്ട്. എല്ലാ MLA-മാരുടെയും പേരുണ്ട്. അതിനകത്ത് പലതും വ്യാജമാണ്. പിന്നെ 40 പേര് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 40 MLA-മാരുടെ പേര് എങ്ങനെയാണ് വന്ന് അവരെങ്ങനെ ഒപ്പിട്ടു? അപ്പോൾ അതിൽ എതിരായിട്ട് തൃണമൂൽ കോൺഗ്രസ്സിലെ ആൾക്കാർ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്തു, സ്പീക്കർക്കും പിന്നെ അതേപോലെ പോലീസിനും. അപ്പോൾ അതുമായിട്ടുള്ള അന്വേഷണത്തിന് നാളെ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാളോട്, ഈ അഭിഷേക് ബാനർജിയുടെ അടുത്ത്. അങ്ങനെയാണ് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതൊരു ഒരുപക്ഷെ സ്റ്റേജ് മാനേജ്ഡ് ആവാൻ വഴിയുണ്ട്. TMC എന്ന് പറഞ്ഞാൽ നല്ല ഗുണ്ടകളാണ് TMCയുടെ ആൾക്കാരൊക്കെ, അതൊരു കാരണം. പിന്നെ വേറെ ഒന്നുള്ളത്, TMC ഇപ്പോൾ എല്ലാ MLA-മാർ രാജിവെക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാകോലി കാകോലി ഘോഷ് ദസ്തിദാർ രാജിവെച്ചു. അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, അവർ എല്ലാ പദവികളും ഒഴിഞ്ഞു. പിന്നെ മമതാ ബാനർജി ഫോൺ ചെയ്തിട്ട് കൂടി അവർ എടുത്തിട്ടില്ല, ഷീ റിമൈൻസ് ഇൻ കമ്മ്യൂണിക്കേഡോ. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. പിന്നെ മമത തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി MLA-മാരോടൊക്കെ, നിങ്ങളൊക്കെ BJPയിൽ പോയി ചേർന്നോളാനായിട്ട്. കാരണം അതായത് ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ BJPയുടെ ആക്രമണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ട ഒരു മാർഗ്ഗമുള്ളൂ, നിങ്ങൾ BJPയുടെ കൂടെ ചേർന്ന് TMC രാജിവെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് TMC MLA-മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്, അതെല്ലാം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഇനി സുരക്ഷിതമല്ല ഇപ്പം TMCയിൽ നിൽക്കണേ. അപ്പം ഇവരുടെ വിചാരം ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ നടത്തിയത് അതേപോലെ BJPക്കാർ നടത്തും എന്നുള്ളതാണ് അവരുടെ ഭയം. കാരണം അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഒരു കാലത്ത് സുവേന്ദു അധികാരി. അതെ അപ്പോൾ ഈ കളി ആയ്മനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സുവേന്ദുവിന് അറിയാം നന്നായിട്ട്. അപ്പോൾ ആ ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്ക്, വേണമെങ്കിൽ BJP പോയി ചേർന്നോളൂ, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വന്നേച്ചാൽ മതി ഇവിടേക്ക് എന്നാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഇവരുടെ പേരിൽ ഇഷ്ടംപോലെ അഴിമതി ആരോപണങ്ങളുണ്ടല്ലോ. അതെ ഇപ്പം ഇതൊക്കെ അത് റിവൈവ് ചെയ്യും അതൊക്കെ. ശാരദാ ചിട്ടി ഫണ്ട് കേസ് അടക്കം. അയ്യോ, അപ്പോൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഈ ഇത് മറ്റും പിള്ളേരുകളിയാണ്. അതാ നമ്മുടെ എന്താ ഇവിടുത്തെ കരിമണൽ കർത്താവിൻ്റെ അടുത്ത് കാശ് മേടിച്ചേക്കണൊക്കെ ഒന്നുമില്ല, അതൊക്കെ പോക്കറ്റ് മണിയാണ് മേടിച്ചിരിക്കുന്നത്. 1 കോടി രൂപ 2 കോടി രൂപ. അവിടെ അവർ ഞാൻ കേട്ടത് 70,000 കോടി രൂപയുടെ ബ്ലാക്ക് മണി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇതൊക്കെയാണ് കാര്യം. ഏതായാലും നാട്ടുകാരുടെ സ്വീകരണം അവിടുന്ന് സ്വീകരിച്ച് അവസാനം ക്രിക്കറ്റ് ഹെൽമെറ്റും വെച്ചിട്ടാണ് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. കാരണം ഈ മുട്ടയേറായിരുന്നു അവിടുന്ന്. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട് ഇനി മേലാൽ ഈ പ്രദേശത്ത് വന്നു പോകരുത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് BJP പ്രവർത്തകരാണെന്ന് ആരോപിക്കാൻ കഴിയില്ല. കാരണം BJPക്കാർ മാത്രമല്ലായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഈവൻ മുസ്ലിങ്ങളടക്കമുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. ആ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം കുറേ ആൾക്കാർ ഈ സ്കൾ ക്യാപ്പ് വെച്ച ആൾക്കാരും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ നാട്ടുകാരാണ് അടിച്ചോടിച്ചത് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ മാർക്സിസ്റ്റുകാരും ഉണ്ടാവുമല്ലോ, അവര് കുറെ അധികം സഹിച്ചല്ലേ. അവര് ഇപ്പോഴല്ലേ അവര് മാർക്സിസ്റ്റുകാരനാന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ അവരൊക്കെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അല്ല, സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞോളൂ, ഞാൻ അധികം സമയം അണ്ടർഗ്രൗണ്ടിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ, മാർക്സിസ്റ്റുകാരനാണ് മൂപ്പര്. അപ്പോൾ ഇത് കൗതുകമുണ്ട് വാർത്ത. പക്ഷേ BJPക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കാര്യം ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ അവരെ ജയിപ്പിച്ചു വിട്ടിട്ട് അവരെങ്ങാനും അവരുടെ പാർട്ടി പ്രവർത്തകരോ എങ്ങാനും ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അവരുടെ പ്രതിച്ഛായ മൊത്തം തകരും. അതെ, മമതാ ബാനർജി പ്ലാൻ ചെയ്തിരുന്നത് എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനായിട്ട് ഒരു തരത്തിലും മമതാ ബാനർജിക്ക് കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ അവിടെ പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പ് വിരട്ടിയാണ് ആൾക്കാരെ സമരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ. ആദ്യം സുവേന്ദു വന്ന ഉടനെ ചെയ്ത ഈ ഗുണ്ടകളെ മൊത്തം തട്ടി അകത്താക്കുകയായിരുന്നു. ഇപ്പോൾ ഗുണ്ടകൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനില്ല. കഴിഞ്ഞ ദിവസം ഈ TMC നേതാക്കൾ അവിടെ ഒരു സമരം നടത്താനായിട്ട് പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത് കൊൽക്കത്തയിൽ. പക്ഷേ ഒരാൾക്കാരും വരാത്തത് കൊണ്ട് അവർ ഈ സമരം ക്യാൻസൽ ചെയ്തു. ചോദിച്ച പത്രക്കാരോട് പറഞ്ഞ് അങ്ങനെ ഒരു സമരം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ്. ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയണ ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യോഗി എത്രയോ ഭേദമാണ്, ഇങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. അവരെ UP ഇവിടെ വളരെ ടഫാണ്, സ്ട്രിക്റ്റാണ്, ഒരു അനങ്ങാൻ പറ്റണില്ല എന്നാണ് പറയണത്. ഈ പറഞ്ഞ പോലെ അനധികൃത കെട്ടിടങ്ങളൊക്കെ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് അടിച്ച് തകർക്കുക. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമതയ്ക്ക് എന്തെങ്കിലും ഒരു സിമ്പതി ജുഡീഷ്യറി എന്നവരെ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അവർ ജുഡീഷ്യറിനെ കണ്ടവൻ അപമാനിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവർ നോക്കിയിരിക്കുക എങ്ങനെയെങ്കിലും ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും കിട്ടണ എടുത്ത് വെച്ച് കൊടുക്കും. കോടതിയിൽ വരെ കയറി ചെന്നു. അവസാനം കോടതി പറഞ്ഞു പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു, എൻറോൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. എൻറോൾ ചെയ്തിട്ടില്ല അവര്. അല്ല, എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി ആകുമ്പോഴത്തേ സസ്പെൻഡ് ആകുമല്ലോ. MP MLA മുഖ്യമന്ത്രി ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ ആ ലോയർ എന്നുള്ള എൻറോൾമെന്റ് സസ്പെൻഡ് ആകുമല്ലോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആകുമ്പോൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മമതയ്ക്ക് കിട്ടേണ്ട കുറെ ആൾക്കാരുണ്ട്, ഗുണ്ടകള് അലവലാദികളും. അത് ഒന്നാ ഡെറിക് ഓബ്രിയൻ, പിന്നെ ഒരു കല്യാൺ ബാനർജി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ലോക്സഭയുടെ മുമ്പിൽ വന്നിരുന്ന എന്താ പിക്കറ്റ് ചെയ്തിട്ട് അന്നത്തെ വൈസ് പ്രസിഡന്റിനെ മിമിക് ചെയ്ത് വളരെ എന്താ ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത് അത് ദേശീയ തലത്തിൽ വളരെയധികം വിമർശനം പിടിച്ചു പറ്റിയൊരു സംഭവമായിരുന്നു. ഈ കല്യാൺ ബാനർജീനെയും സംസ്കാരത്തിനെയും പറ്റി പറയുമ്പോൾ ഒരു കഥ കയറി പറയും. ഡൽഹിയിൽ MP ആണ് കേട്ടോ അയാള്. കല്യാൺ ബാനർജിയും സംസ്കാരവും കൂടി ഇന്ത്യൻ ഓഫീസിൽ കാപ്പി കുടിക്കാൻ ചെന്നിരുന്നു. രണ്ടുപേർ അടുത്തടുത്ത മേശയിലാണ് ഇരുന്നത് മുഖത്തോട് മുഖം. രണ്ടു കൂട്ടരും കാപ്പി കുടിച്ച് മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറയും. ഇതാണ് കഥ. സംഗതി എന്താ വെച്ചാൽ അതതിൻ്റെ ഹിന്ദിയിൽ പറയണത്, അല്ലെങ്കിൽ ബംഗാളിയിൽ പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാനീ പറഞ്ഞത്.
ഇത് രണ്ടുമായിട്ട് രണ്ടു കൂട്ടരായിട്ട് യാതൊരു ബന്ധവുമില്ല. കല്യാൺ ബാനർജിക്ക് സംസ്കാരമില്ല, സംസ്കാരത്തിന് കല്യാൺ ബാനർജി ഇല്ല എന്നാണ് പറയുന്നത്.